വരാനിരിക്കുന്ന ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തെ പ്രധാന രാഷ്ട്രീയ സഖ്യങ്ങളായ എൻഡിഎയിലും മഹാസഖ്യത്തിലും സീറ്റ് വിഭജന ചർച്ചകളും തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും സജീവമായി മുന്നേറുകയാണ്. ഭരണസഖ്യമായ എൻഡിഎയിൽ സീറ്റ് വിഭജനം പൂർത്തിയാക്കാൻ സഖ്യകക്ഷികൾ വലിയ ശ്രമങ്ങളാണ് നടത്തിയത്. ബിജെപിയും ജനതാദൾ പാർട്ടിയും 101 സീറ്റുകളിൽ വീതം മത്സരിക്കാൻ തീരുമാനിച്ചു. കേന്ദ്രമന്ത്രിയായിരുന്ന രാംവിലാസ് പസ്വാദിന്റെ ലോക് ജനശക്തി പാർട്ടിക്ക് 29 സീറ്റുകൾ അനുവദിച്ചു. മറ്റ് സഖ്യകക്ഷികളായ കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചിയുടെ ഹിന്ദുസ്ഥാനി അവാം മോർച്ച, മുൻ കേന്ദ്രമന്ത്രി ഉപേന്ദ്ര കുശ്വാഹയുടെ രാഷ്ട്രീയ ലോക് മോർച്ച എന്നിവ 6 സീറ്റുകളിൽ വീതം മത്സരിക്കും. പ്രധാന സഖ്യകക്ഷികളിലൊന്നായ ചിരാഗ് പാസ്വാനെ അനുകൂലമാക്കാനുള്ള ശ്രമങ്ങൾ എൻഡിഎയിൽ വലിയ വെല്ലുവിളിയായിരുന്നു. ചിരാഗിന്റെ വസതി കേന്ദ്രമന്ത്രി നിത്യാനന്ദ് റായ് 3 തവണ സന്ദർശിച്ചത് ഈ അനുനയ ശ്രമങ്ങൾക്ക് അടിവരയിടുന്നു. റായ് ആദ്യം ചിരാഗിന്റെ അമ്മയെയും പിന്നീട് ചിരാഗിനെയും കണ്ടു. മൂന്നാമത്തെ നിർണായക കൂടിക്കാഴ്ചയിൽ കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും ഒപ്പമുണ്ടായിരുന്നു. പാസ്വാൻ 35 സീറ്റുകൾ ആവശ്യപ്പെട്ട സ്ഥാനത്ത് ബിജെപി ആദ്യം 26 സീറ്റുകളാണ് വാഗ്ദാനം ചെയ്തത്. ഒടുവിൽ 29 സീറ്റുകളിൽ സമവായത്തിലെത്തുകയായിരുന്നു. ഭാവിയിൽ ഒരു LMC സ്ഥാനവും ഒരു രാജ്യസഭാ സീറ്റും നൽകുമെന്ന ഉറപ്പും എൻഡിഎ നേതൃത്വം നൽകിയിട്ടുണ്ട്. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിജയിച്ച ഗാജിപൂർ, ജമായി, വൈശാലി, ഖഗാരിയ, സമസ്തിപൂർ എന്നിവിടങ്ങളിൽ കുറഞ്ഞത് 2 നിയമസഭാ സീറ്റുകൾ വീതം വേണമെന്നായിരുന്നു പാസ്വാന്റെ പ്രധാന ആവശ്യം. മറ്റൊരു സഖ്യകക്ഷിയായ ജിതിൻ റാം മാഞ്ചി ആദ്യം 15 സീറ്റുകൾ ആവശ്യപ്പെട്ടിരുന്നു. കഴിഞ്ഞ കാലങ്ങളിലെ സീറ്റ് വിഭജനത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് സഖ്യം ശിഥിലമാകാതെ നിലനിർത്താൻ എൻഡിഎ നേതാക്കൾ വലിയ പരിശ്രമമാണ് നടത്തിയത്. മറുവശത്ത് ബീഹാർ RJD നയിക്കുന്ന പ്രതിപക്ഷ മഹാസഖ്യവും ശക്തമായ നീക്കങ്ങൾ നടത്തുന്നു. പ്രതിപക്ഷ നേതാവ് തേജസ്വി പ്രസാദ് യാദവ് അധികാരത്തിലെത്തിയാൽ ഓരോ കുടുംബത്തിലെയും ഒരാൾക്ക് വീതം സർക്കാർ ജോലി നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു. സർക്കാർ രൂപീകരിച്ച് 20 ദിവസത്തിനുള്ളിൽ അത് നടപ്പിലാക്കാൻ നിയമനിർമ്മാണം കൊണ്ടുവരുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു. ഭരണകക്ഷിയായ എൻഡിഎയുടെ ക്ഷേമ പദ്ധതി പ്രഖ്യാപനത്തിനുള്ള പ്രതികരണമായാണ് തേജസ്വിയുടെ ഈ സുപ്രധാന പ്രഖ്യാപനം. എല്ലാ വീട്ടിലെയും വനിതാ സംരംഭകർക്ക് 10,000 രൂപ വീതം നൽകുമെന്ന സർക്കാരിന്റെ പ്രഖ്യാപനം ഭരണസഖ്യത്തിലേക്ക് സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാനുള്ള തന്ത്രമാണെന്നാണ് വിലയിരുത്തുന്നത്. എന്നാൽ ഇന്ത്യ സഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കണക്കാക്കപ്പെടുന്ന തേജസ്വി നിതീഷ് കുമാർ സർക്കാരിനെ കോപ്പി കാറ്റ് എന്ന് കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സമീപകാലത്തെ ജനകീയ പ്രഖ്യാപനങ്ങളെല്ലാം RJD നേതാവിന്റെ മുൻ തിരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടവയാണെന്നും അദ്ദേഹം ആരോപിച്ചു. മഹാഗഠബന്ധനിലെ സീറ്റ് വിഭജന ചർച്ചകൾക്കും ശക്തമായി മുന്നോട്ട് പോകുന്നുണ്ട്. കോൺഗ്രസിന് 57 മുതൽ 60 വരെ സീറ്റുകൾ ലഭിച്ചേക്കാമെന്നും ഇന്ത്യൻ ഇൻക്ലൂസീവ് പാർട്ടിക്ക് 2 സീറ്റുകൾ മാറ്റിവെക്കണമെന്നും സൂചനകളുണ്ട്. കോൺഗ്രസ് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മിറ്റി യോഗം ഒക്ടോബർ 8 ചേർന്ന പാർട്ടിയുടെ 25 ശക്തി കേന്ദ്രങ്ങൾ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾ CEC ചർച്ചകളിൽ വെർച്വലായി പങ്കെടുത്തു. പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ട്രഷറർ അജയ് മാക്കാനും നേരിട്ട് പങ്കെടുത്തു. RJD 125, കോൺഗ്രസ് 57 മുതൽ 60, 3 ഇടതുപക്ഷ പാർട്ടികൾ 35, VIP 15 മുതൽ 20, പശുപതി കുമാർ പാരസിന്റെ രാഷ്ട്രീയ ലോക് ജനതാ പാർട്ടി 3. പാർട്ടി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നടന്ന യോഗത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ട്രഷറർ അജയ് മാക്കാനും നേരിട്ട് പങ്കെടുത്തു. RJD 125, കോൺഗ്രസ് 57 മുതൽ 60, 3 ഇടതുപക്ഷ പാർട്ടികൾ 35, VIP 15, 20, പശുപതി കുമാർ പാരിസിന്റെ രാഷ്ട്രീയ ലോക് ജനതാ പാർട്ടി 3, ജാർഖണ്ഡ് മുക്തി മോർച്ച 2 സീറ്റുകൾ എന്നിങ്ങനെയാണ് ഒരു വലിയ ധാരണയിലാണ് നിലവിലുള്ളത്. RJD 125, കോൺഗ്രസ് 50 മുതൽ 60 വരെ, 3 ഇടതുപക്ഷ പാർട്ടികൾക്ക് 35, VIP 15 മുതൽ 20, പശുപതി കുമാർ പാരസിന്റെ രാഷ്ട്രീയ ലോക് ജനതാ പാർട്ടിക്ക് 3, ജാർഖണ്ഡ് മുക്തി മോർച്ചയ്ക്ക് 2 സീറ്റുകൾ എന്നിങ്ങനെയുള്ള ഒരു വലിയ ധാരണയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്നാൽ CPI MLA സീറ്റുകളുടെ എണ്ണത്തിൽ തൃപ്തരല്ലെന്ന്
ഉണ്ടാകുമെന്നും പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. അതിനിടെ ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി ദേശീയ പ്രസിഡന്റ് അഖിലേഷ് യാദവ് മുതിർന്ന പാർട്ടി നേതാവ് അസം ഖാനുമായി രാംപൂരിൽ കൂടിക്കാഴ്ച നടത്തിയത് 2027 UP നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പാർട്ടിക്കുള്ളിലെ ഐക്യം ശക്തിപ്പെടുത്താനുള്ള ശ്രമമായി വിലയിരുത്തപ്പെടുന്നു. അസം ഖാൻ ജയിൽ മോചിതനായി ഏകദേശം 15 ദിവസത്തിന് ശേഷമാണ് ഇവർ തമ്മിൽ കണ്ടുമുട്ടിയത്. രാംപൂരിലേക്കുള്ള സന്ദർശനം അഖിലേഷ് പ്രഖ്യാപിച്ചപ്പോൾ അസം 3 നിബന്ധനകൾ മുന്നോട്ട് വെച്ചു. ഒറ്റയ്ക്ക് വരരുത്, മൊഹിബുള്ളയെ കൊണ്ടുവരരുത്, കുടുംബത്തെ കാണരുത് എന്നീ 3 നിബന്ധനകളും അഖിലേഷ് അംഗീകരിക്കുകയും ചെയ്തു. ഏകദേശം 2 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം നിലവിലെ BJP സർക്കാരിനു കീഴിൽ PTI സമുദായങ്ങൾ അപമാനിതരും അകറ്റി നിർത്തപ്പെടുന്നവരുമാണെന്ന് അഖിലേഷ് യാദവ് ആരോപിച്ചു. അസം ഖാൻ മുതിർന്ന നേതാവാണ്. കൊടുങ്കാറ്റുകൾക്കിടയിലും ഉറച്ചു നിൽക്കുന്ന ശക്തമായ വൃക്ഷം പോലെ. ഏറ്റവും കൂടുതൽ കള്ളക്കേസുകൾ നേരിട്ടവരാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും. അവർ നീതി അർഹിക്കുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2027 സമാജ്വാദി പാർട്ടി വീണ്ടും അധികാരത്തിൽ വരുമെന്നും PTI സമൂഹങ്ങളുടെ ശബ്ദം ഉച്ചത്തിലാക്കുമെന്നും അഖിലേഷ് യാദവ് ഉറപ്പിച്ചു പറഞ്ഞു. പടിഞ്ഞാറൻ ഉത്തർപ്രദേശിൽ പ്രത്യേകിച്ച് അസം ഖാന് ഗണ്യമായ സ്വാധീനമുള്ള രാംപൂർ, മൊറാദാബാദ്, അംറോഹ എന്നിവിടങ്ങളിൽ മുസ്ലിം വോട്ട് ബാങ്ക് ഏകീകരിക്കാനുള്ള തന്ത്രപരമായ നീക്കമായാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഈ കൂടിക്കാഴ്ചയെ കാണുന്നത്. അതേസമയം 2026 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി UPയിലെ 27% OBC സംവരണം 3 ഗ്രൂപ്പുകളായി വിഭജിച്ച് ഓരോ വിഭാഗത്തിനും ന്യായമായ വിഹിതം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന സാമൂഹിക നീതി സമിതിയുടെ ശുപാർശകൾ നടപ്പിലാക്കണമെന്ന് SBSP മേധാവിയും സംസ്ഥാന മന്ത്രിമാരുമായ ഓം പ്രകാശ് രാജ്ഭവർ ആവശ്യപ്പെട്ടു. പിന്നോക്ക വിഭാഗങ്ങൾക്ക് 7%, അങ്ങേയറ്റം പിന്നോക്ക വിഭാഗങ്ങൾക്ക് 9%, ഏറ്റവും പിന്നോക്ക വിഭാഗങ്ങൾക്ക് 11% എന്നിങ്ങനെയാണ് വിഭജനം ശുപാർശ ചെയ്യുന്നത്. സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ജസ്റ്റിസ് രാഘവേന്ദ്ര സിംഗ് കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ട് രാജ്ഭർ പ്രധാന രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾക്ക് കത്തെഴുതി. വിഷയത്തിൽ 15 ദിവസത്തിനുള്ളിൽ വ്യക്തത വരുത്തണമെന്നും പാർട്ടിക്ക് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. BJP പ്രസിഡന്റ് JC നഡ്ഡ, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, SP അധ്യക്ഷൻ അഖിലേഷ് യാദവ്, BSP മേധാവി മായാവതി, അപ്നാദൾ നേതാവും കേന്ദ്രമന്ത്രിയുമായ അനുപ്രിയ പട്ടേൽ, നിഷാദ് പാർട്ടി അധ്യക്ഷൻ സഞ്ജയ് നിഷാദ്, RJD മേധാവി ലാലു പ്രസാദ് യാദവ് എന്നിവർക്കാണ് രാജ്ഭർ കത്തെഴുതിയത്. ഈ നീക്കങ്ങൾ ഉത്തർപ്രദേശിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്കും കൂടുതൽ ഊർജം പകരുമെന്നാണ് വിലയിരുത്തുന്നത്.